ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗേസ് നമ്മളത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൗഫലിൻ്റെ വീട് വലിയച്ഛൻ അതായത് കുടിയിരിക്കലിന് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം നിജാസിൻ്റെ ഉമ്മായും ഇപ്പോൾ അവരെല്ലാവരും ഒക്കെ പോയി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എൻ്റെ വീഡിയോയിൽ. ഞാൻ അവരെ യാത്ര അയക്കാൻ പോകുന്നേക്കാം. അപ്പോൾ ഇനി നമ്മൾ പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ 2-3 ദിവസത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതാണ്. അപ്പോൾ ഇതാ വീണ്ടും അടുത്ത ട്രിപ്പായിട്ടുണ്ട്. അപ്പം ഒട്ടും വയ്യ, ജലദോഷവും പിന്നെ എന്താണ് പനിയൊക്കെ ഉണ്ട്. അപ്പോൾ എങ്കിലും പോകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പോകാനായിട്ടൊക്കെ ഇപ്പം നൈറ്റിൽ തന്നെ സാധനങ്ങളെല്ലാം പറക്കി ഒതുക്കി വയ്ക്കുന്നു, മക്കളും ഞാനും ഒക്കെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഫാമിലി ആയിട്ട് പോവുകയാണ് നൗഫലിൻ്റെ വീട് കുടിയിരിക്കലിന്. അപ്പോൾ നമ്മളിതാ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ പോകാനായിട്ടൊക്കെയുള്ള എല്ലാ സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കാണ് പോകുന്നത്. നമ്മളെല്ലാവരും കൂടി 2 മണിയാവും പോകുമ്പോഴത്തേക്കും. എങ്കിൽ മാത്രമേ നമുക്കൊരു 8-9 മണി 10 മണി സമയത്ത് അവിടെ എത്തത്തുള്ളൂ. ഏകദേശം ഒരു 9 മണിക്കൂർ യാത്രയുണ്ട്. കറക്റ്റ് 9 മണിക്കൂർ യാത്രയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായിട്ടും പോയി വരാം. അപ്പം നമ്മളെ ക്ഷണിച്ചിരിക്കുകയല്ലേ. അപ്പം എന്തായാലും നമ്മൾ ചക്കരേനെ ഒന്ന് കാണണം. അപ്പോൾ ചക്കരയ്ക്ക് വിശേഷം ഉണ്ടെന്നൊക്കെ അറിഞ്ഞ് സന്തോഷമാണ്. അപ്പോൾ അതിൽ അവളെ കാണാനും ഒന്നിനും പറ്റിയില്ല. അപ്പം ഈ കൂട്ടത്തിൽ അവളൊന്ന് കാണുകയും വേണം. പിന്നെ പാലിയച്ഛനും അതായത് കുടിയിരിക്കലിനും പങ്കെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത് നൈറ്റ് എടുക്കുന്ന വീഡിയോസാണ്. അപ്പോൾ ഇനി വെളുപ്പിന് അതായത് 2 മണിക്ക് എണീറ്റ് റെഡിയായിട്ട് പോകണം. ഇൻഷാ അല്ലാഹ് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ. അങ്ങനെ ഗേസ് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം പാതിരാത്രി 2 മണിക്ക് ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റാണ് ഇതാ റെഡി ആയിട്ട് പോകുന്നത്. അപ്പോൾ സാധാ നോർമൽ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്ന് വെച്ചിട്ട് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇറങ്ങി ഡ്രസ്സ് മാറ്റാനായിട്ടാണ്. അപ്പോൾ സാധാ കിടന്ന വേഷത്തിൽ തന്നെ 3 പേരും എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ പാതിരാത്രി ഇതാ ഇറങ്ങി പോകാനായിട്ടാണ് നമ്മൾ. അപ്പോൾ രാത്രി ഏകദേശം ഒരു 2 മണി കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ അങ്ങനെ ഗേസ് നമ്മളിതാ പോകാനായിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാത്രി 3 മണിയായി സമയം. അപ്പോൾ ഇതാ പോകാനായിട്ട് ഇറങ്ങി നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. എനിക്ക് പോകണമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പോൾ സമയം 3 മണിയായി, ലേറ്റായി. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് അതായത് കുടുംബ വീട്ടിൽ ചെന്നിട്ട് ഉമ്മായും സഹോദരനും വാപ്പായും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പം എന്താണ് അപ്പോൾ ഓക്കെ. അങ്ങനെ ഗേസ് ദാ എൻ്റെ വീട് എത്താറായിട്ടുണ്ട് കേട്ടോ, കുടുംബ വീട്. അപ്പം ഉമ്മായി എല്ലാവരും റെഡിയായി നിൽക്കണം. അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇനി വീട്ടിൽ കയറി അവരെ വിളിക്കണം. പിന്നെ ഗിഫ്റ്റ് എടുക്കണം. ഗിഫ്റ്റ് വാങ്ങിച്ച് വെച്ചേക്കുന്നുണ്ട്. അപ്പം ഞാനും എൻ്റെ സഹോദരനും കൂടി ചേർന്നിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുക്കണം. പിന്നെ നമ്മൾ ചക്കരയ്ക്ക് ഒരു സാധനമുണ്ട് സ്പെഷ്യലായിട്ട്, അപ്പോൾ അതും എടുക്കണം. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വേണം പോകാനുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലോട്ടൊന്ന് കയറി പോവാം. അപ്പോൾ ഗേസ് നമ്മളിത് അവർക്ക് കുടിയിരിക്കലിന് കൊടുക്കാനായിട്ട് വാങ്ങിയ ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. അപ്പം ഇതാണ് ഗിഫ്റ്റ്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ഒരു ഗിഫ്റ്റാണ്, വെറൈറ്റി ആയിട്ടുള്ള. പിന്നെ ഇത് നമ്മുടെ ചക്കരയ്ക്ക് സ്പെഷ്യൽ സാധനമാണ്. അപ്പോൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതാ പോകാനായിട്ടൊക്കെ ഇറങ്ങി. അപ്പം നേരം ഒത്തിരി വൈകിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സമയം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയും നേരത്തെ പോയാലും അത്രയും നേരത്തെ വരാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ നമ്മളിതാ പോകാനായിട്ടൊക്കെ റെഡിയായി. അപ്പോൾ ഇറങ്ങുന്നുണ്ട് എല്ലാവരും കൂടി. അപ്പം ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ്. എന്താണെന്ന് വെച്ചാൽ ചക്കയാണ്, വരിക്ക ചക്ക. അപ്പോൾ നമ്മൾ പോകാനായിട്ട് ഇറങ്ങി വണ്ടിയിൽ കയറാൻ പോവുകയാണ്.
നമ്മളിതാ ഇടയ്ക്കൊരു സ്ഥലത്ത് ചായ കുടിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പം ചായയൊക്കെ കുടിച്ച് അപ്പം വീണ്ടും യാത്രയായി. അപ്പോൾ 2-3 സ്ഥലത്ത് ചായ കുടിക്കാനും വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങിയിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പം നല്ല ഉറക്ക ക്ഷീണമുണ്ട്. അപ്പോൾ ഇക്കായും സഹോദരനും കൂടി മാറി മാറിയാണ് വണ്ടി ഓടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏത് വഴിയാണെന്നൊന്നും എനിക്കറിയില്ല, കറക്റ്റ് സ്ഥലമൊന്നും എവിടെ എത്തിയെന്ന് പോലും പറയാൻ അറിയില്ല. നല്ല ക്ഷീണമുണ്ട് ഉറക്കത്തിൻ്റെ. അപ്പം എന്താണ് 2-3 ദിവസം ടൂറൊക്കെ കഴിഞ്ഞ് വന്ന് എന്നിട്ട് ഉറക്കമൊന്നും ശരിയായിട്ടില്ല. അപ്പോഴാണ് വീണ്ടും അടുത്ത യാത്ര. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അങ്ങനെ ഗേസ് നമ്മളിതാ കാപ്പി കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു കടയിൽ. അപ്പോൾ അവിടുന്ന് മസാല ദോശയാണ്. അപ്പോൾ എല്ലാവർക്കും മസാല ദോശ മതി. അങ്ങനെ ഇതാ മസാല ദോശയൊക്കെ വാങ്ങി ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് ഇതാ അവിടുന്ന് വീണ്ടും നമ്മുടെ യാത്രയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മക്കളെ ഇതാ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് നൗഫലിൻ്റെ വീട്ടിൽ. അപ്പം ഇപ്പുറത്തോട്ട് നമ്മൾ കണ്ടത് പന്തലിട്ടേക്കുന്നതാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ നൗഫലിൻ്റെ വീട് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഡൗട്ടുണ്ട് ഏതാണ് എവിടെയാണെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ പന്തലിട്ടേക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി വീട് എവിടെയാണെന്നുള്ളത്. അപ്പം പന്തലൊരു സ്ഥലത്തും വീടൊരു സ്ഥലത്തുമായിട്ട് 2 ഇതായിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് വീട്ടിലോട്ട് പോകാം. ഇപ്പോൾ ഗേസ് ഇതാണ് നൗഫലിൻ്റെ വീട്. അങ്ങനെ കാര്യമായിട്ട് എന്തൊക്കെയോ ഗിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നുമില്ല പിടിച്ചിട്ട് കണ്ടാലോ വിളിക്കണോ? അപ്പോൾ ഇവരുടെ വക മാവിൻ്റെ മേമയുടെ ഇവിടെ എല്ലാവരുടെയും വകയായിട്ട് ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ എന്നാൽ കയറിക്കോളി, ഇവിടെ കയറിക്കോളി. റൂട്ട് കറക്റ്റ് മനസ്സിലായോ? റോഡിലാണ് അങ്ങോട്ടേ Pitili. അലമാരിയൊക്കെ സെറ്റിംഗ് കൊള്ളാം കേട്ടോ.
എല്ലാവർക്കും ഇരുന്ന് വരാനുള്ള സൗകര്യം ഇല്ല. കണ്ടോ ഞാൻ അവിടെ കൊടുത്തു അതെ. അങ്ങനെ ഗേസ് നമ്മളിതാ വീട് ഫുള്ള് കറങ്ങി ചുറ്റിക്കണ്ട്. അപ്പോൾ ഇതാ കിച്ചൺ അടിപൊളി തന്നെ, ഒരു രക്ഷയില്ല. കാരണം എനിക്കത് പറയാൻ നമ്മൾ പറയുന്ന കണക്കല്ല, അത് നേരിട്ട് കാണുമ്പോഴേ അറിയാൻ പറ്റും. ആ കിച്ചണൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കിച്ചണിൽ ഓരോ സാധനങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ. പിന്നെ ഇതാ നമ്മളെല്ലാവരും കൂടി ഫാമിലി ആയിട്ട് ആ കാര്യങ്ങളൊക്കെ പറയാൻ, കാരണം കുറേ നാൾ ചക്കരയെ കണ്ടിട്ട്. അപ്പോൾ ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും തമാശകൾ പറയുകയും ചിരിക്കുകയൊക്കെ ചെയ്യാനിങ്ങനെ. അപ്പം എന്താണ് നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പം ഒരുപാട് ലാഗ് എടുപ്പിക്കുന്നില്ല. അപ്പൊ അങ്ങനെയായി ചക്കര കൊല്ലോ ഇജാസ് പാലക്കാട്. ചക്കര പറയണു ചാട് ഒരാളല്ല രണ്ടാളാണ്. പതിനെ കഴിച്ചോ എന്നാ മൂന്ന് കിട്ടിയില്ല. ചക്കരയുടെ വീട്ടിലോട്ട് പോവുകയാണ്. കുടുംബ വീട്ടിലൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് നമ്മൾ പോകുന്നു. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരെയും കണ്ട് പിന്നെ നമ്മളിപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റെസ്റ്റ് എടുക്കാനായിട്ട് പോകുന്നു. അങ്ങനെ ഗേസ് നമ്മളിതാ അവർ കുടുംബ വീട്ടിൽ വന്നിട്ടുണ്ട്.
അങ്ങനെ ഗേസ് നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മളത് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇനി തിരിച്ച് അവരോട് യാത്ര പറഞ്ഞിട്ട് തിരിച്ച് നമ്മൾ കൊല്ലത്തേക്ക് പോകാനായിട്ട് പോകുന്നു. അപ്പം അവരടുത്ത് യാത്ര പറയാനായിട്ട് കയറി പോവുകയാണ്. ഡ്യൂട്ടി ഉണ്ടല്ലേ? ഡ്യൂട്ടി ഉണ്ട്. ട്യൂഷൻ ഉണ്ടല്ലേ? ട്യൂഷൻ ഉണ്ട്. ഫുഡൊക്കെ കഴിച്ചില്ലേ? ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അങ്ങനെ കേസ് നമ്മൾ നാടുത്താറായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ വരുന്ന വഴിക്കൊക്കെ ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ നല്ല പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ന്യൂ ഇയർ പ്രമാണിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങളായിട്ടൊക്കെയാണ് ലൈറ്റും വെട്ടങ്ങളും ഒക്കെ കാണുന്നുണ്ടായിരുന്നു, പരിപാടികളും ഒക്കെ. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ വരാണ്. അപ്പോൾ ഒരുപാട് ലേറ്റായി നമ്മൾ എത്താനായിട്ട്. അങ്ങനെ ഗേസ് നമ്മളിതാ പാലിയച്ഛനൊക്കെ പോയിട്ട് ഇപ്പോൾ വീട് എത്തിയതേ ഉള്ളൂ. സമയം 1 മണിയായിട്ടുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.